മഴ തോരും മുൻപ് എന്ന സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രോഹിത്തിൻ്റെ ഫോണിലേക്ക് അലീന വിളിക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്ന രോഹിത്ത് ദേഷ്യത്തോടെയാണ് അലീനയോട് സംസാരിക്കുന്നത്. രോഹിത്തിനോട് കോൾ കട്ട് ചെയ്യരുതെന്നും അഥവാ കോൾ കട്ട് ചെയ്താൽ നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് നിന്റെ റൂമിൽ കയറി വരുമെന്ന് അലീന പറയുന്നു. അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നീ അച്ഛനെ വിളിച്ചുകൊണ്ട് കയറി പാടിയെന്ന് രോഹിത്ത് വെല്ലുവിളിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അലീനയാണെങ്കിൽ ഉറപ്പായും വരുമെന്ന് അലീന തീർത്തു പറയുന്നു. മാത്രമല്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ കേട്ടേ പറ്റൂ എന്നും പറയുന്നുണ്ട്. നീ എന്താണ് രക്ഷപ്പെട്ടെന്നാണ് കരുതിയിരിക്കുന്നത്? എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി അന്നിവിടെ സംഭവിച്ചത് എന്താണെന്ന് വീണ്ടും തിരുത്തി പറയാൻ കഴിയും. നീയും ഹരിയും കൂടി എന്താണ് എന്നോട് ചെയ്തതെന്ന് മാറ്റി പറയുന്നതിൽ എനിക്കിപ്പോഴും ഒരു തടസ്സവുമില്ല. ഇന്ന് രാത്രി അത്താഴ സമയത്ത് എല്ലാവരും ഒത്തുകൂടുന്ന നേരം നോക്കി തന്നെ ഞാനിത് പറയുമെന്നും മാത്രമല്ല മനുവേട്ടനോട് ഞാനിത് ഓൾറെഡി പറഞ്ഞതാണെന്നും അലീന പറയുന്നു. അലീന പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് രോഹിത്ത്. അവസാനമായി അലീന പറയുന്നുണ്ട്, ഹരിയുമായുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം. കാരണം അവൻ നിന്നെ ജയിലിൽ കയറ്റിയേ അടങ്ങുകയുള്ളൂ. നിനക്കിന്ന് രാത്രി 9 മണി വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ എന്നോട് വന്ന് മാപ്പ് പറഞ്ഞ് എൻ്റെ ഫോൺ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാവരോടും ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ ആ കോൾ കട്ട് ചെയ്യുന്നു. കുറച്ച് നേരത്തിന് ശേഷം അലീനയുടെ അടുത്തേക്ക് വരികയാണ് രോഹിത്ത്. അന്ന് ആ ഡൈനിങ് ടേബിളിലിരുന്ന ഫോൺ ഹരിശങ്കറാണ് എടുത്തുകൊണ്ട് പോയത്. അവൻ ആ ഫോൺ അന്ന് തന്നെ പുഴയിലെറിഞ്ഞ് കളഞ്ഞുവെന്നും അലീനയോട് പറയുന്നു. നീ പറയുന്നത് സത്യമാണോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. വേണമെങ്കിൽ അതുപോലൊരെണ്ണം വേറെ ഞാൻ വാങ്ങിത്തരാമെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്ന് തന്നെ അലീന പറയുന്നു. നീ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും ഹരിയുമായുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം. കാരണം അവൻ നിന്നെ ജയിലിൽ കയറ്റിയേ അടങ്ങുകയുള്ളൂ. രേഖ പറഞ്ഞിട്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന രോഹിത്തിനോട് എന്നോട് ചെയ്തതിനൊന്നും നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ക്ഷമ പറയാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറ്റബോധം പോലും ഇല്ലാത്ത ഒരു ക്ഷമ പറച്ചിൽ എനിക്ക് വേണ്ടെന്ന് അലീന പറയുന്നു. മാത്രമല്ല നീ ഓർത്തു വെച്ചോ, ഒരു ദിവസം എൻ്റെ കാലിൽ വീണ് ചേച്ചി ഞാൻ ഈ ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു പറയുന്ന ഒരു ദിവസം വരും. അത് നീ മറക്കണ്ട. എന്നായാലും അത് സംഭവിക്കാനുള്ളതാണ് എന്ന് അലീന പറയുന്നു. ഇപ്പോൾ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ് മനു. അകത്തേക്ക് കയറിയ ഉടൻ തന്നെ രോഹിത്തിനെ കാണുന്നു. രോഹിത്തിനോടായി മനുശങ്കർ പറയുകയാണ്, നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. മനുവിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് രോഹിത്ത്. തനിക്ക് കോളേജിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രൻ എന്തോ ഒന്ന് നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് വൈജയന്തി. മനു അവരോട് ആൻറ്റി ബാങ്കിലേക്ക് പോകാനുള്ള തിരക്കിലാണോ? അതേന്ന് പറഞ്ഞ് അവർ അലീനയോട് ചായ ആവശ്യപ്പെടുന്നു. മനുവിനെ കണ്ട അലീന മനുവേട്ട ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ അങ്ങനെ വിളിക്കരുത്, അവനെ സാർ എന്ന് തന്നെ വിളിക്കണം. ഇത് കേൾക്കുന്ന മനു ഞാനാണ് അലീനയോട് എന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുന്നു. അലീന അവിടെ നിന്ന് പോയുടൻ തന്നെ മനു വൈജയന്തിയോട് ആൻറ്റി അലീനയ്ക്ക് 2 ആഴ്ചത്തെയെങ്കിലും റെസ്റ്റ് വേണം. അവളെ ഇങ്ങനെ പണിയെടുപ്പിക്കരുത്. ആവശ്യത്തിന് റെസ്റ്റൊക്കെ അവൾ എടുക്കുന്നുണ്ടെന്നാണ് വൈജയന്തിയുടെ മറുപടി. റെസ്റ്റ് എന്ന ആൻറ്റി ഉദ്ദേശിച്ചത് ഇതേ കണക്ക് പണിയെടുപ്പിക്കുന്നതാണോ? ഇവളെന്താ നിന്നോട് കംപ്ലൈൻറ്റ് ചെയ്തോ ഞാൻ പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞ്? ആൻറ്റി ഇവൾക്ക് പണി കൊടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടിപ്പം വന്നത്. പറഞ്ഞ് അവളുടെ വക്കാലത്ത് പിടിക്കാനാണോ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ കേട്ടിട്ട് അത്ര രസിക്കാത്തെന്ന രീതിയിൽ വൈജയന്തി, നിനക്കെന്താണ് അവളോട് ഇത്ര അടുപ്പം ഇവിടുത്തെ വേലക്കാരിയോട്? ഇത് കേട്ട മനുശങ്കർ, ആൻറ്റി എന്താ എല്ലാ കാര്യങ്ങളും മറന്നുപോയോ? അവളെ ഞാനല്ലേ ഇവിടെ കൊണ്ടാക്കിയത്. മാത്രമല്ല അവൾക്കൊരാപത്ത് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായി കൂട്ടുണ്ടായിരുന്നതും ഞാനല്ലേ. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻറ്റിക്ക് അതിലെന്താ ഇത്ര വിഷമം? അങ്ങനെയെങ്കിൽ ഞാൻ അവളെ പറഞ്ഞയച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് വൈജയന്തി ചോദിക്കുന്നു. അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായി. പറഞ്ഞയക്കേണ്ട ദിവസം എന്നെ വിളിച്ചറിയിച്ചാൽ മതി. ഞാൻ വന്ന് കാറുമായി വന്ന് കൂട്ടിക്കൊണ്ടു പൊക്കോളാം. എന്നിട്ട് എങ്ങോട്ടേക്കാണ് അവളെ നീ കൊണ്ടുപോകുന്നത് അത് ആൻറ്റി അറിയേണ്ടെന്നും ആൻറ്റിക്ക് വേണ്ടാത്ത ഉപേക്ഷിക്കുന്ന ഒരു സംഗതി എങ്ങോട്ട് പോകുന്നു എന്താണ് ചെയ്യുന്നതെന്ന് ആൻറ്റി അറിയേണ്ട ആവശ്യമില്ല എന്ന് മനു പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന വൈജയന്തി, നീയും എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണോ? അല്ലെങ്കിൽ തന്നെ ആൻറ്റിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യത്തോടെ വൈജയന്തി അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ മനുവിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് അലീന. അതിനുശേഷം മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുമ്പോൾ മുത്തശ്ശി മനുശങ്കറിന്റെ ശബ്ദം കേട്ട് മനു വന്നിട്ടുണ്ടോ എന്ന് അലീനയോട് തിരക്കുന്നു. ഉണ്ടെന്നും മുത്തശ്ശിയെ കാണാതെ ഒരിക്കലും തിരിച്ചു പോകില്ല എന്നും അലീന മറുപടി പറയുന്നു. മാത്രമല്ല താൻ നേരത്തെ കഴിക്കേണ്ട മരുന്ന് ഇപ്പോഴാണ് കഴിച്ചത്, മറന്നുപോയെന്ന് പറയുമ്പോൾ മുത്തശ്ശി, മറ്റെല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി ഓർക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് നീ സ്വന്തം കാര്യം ശ്രദ്ധിക്കാത്തത് എന്ന് അലീനയോട് ചോദിക്കുന്നു. സൗദാമിനി അമ്മയെന്ന് വിളിച്ച് സ്നേഹത്തോടെ മനുശങ്കർ മുറിയിലേക്ക് വരുന്നു. മനുവിനെ കണ്ടതും ആകെ സന്തോഷത്തിലാണ് മുത്തശ്ശി. പോയ ആളെ തിരിച്ചു കിട്ടിയല്ലോ അല്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നു.
അല്ലെങ്കിലും ഇവൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നു. കാരണം ഞാൻ മോളിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു തന്നേക്കണേന്ന്. വഴിപാട് നേർന്നായിരുന്നു. അവൾ ഇല്ലാതിരുന്ന സമയത്ത് ഭയങ്കര ദുരിതമായിരുന്നു മോനെ. ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഇവളിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. മനുവേട്ടൻ എൻ്റെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ പറയരുതേ. അത് കേൾക്കുമ്പോൾ മാഡത്തിന് എന്നോടുള്ള ദേഷ്യം ഒന്നും കൂടെ കൂടും. ഞാൻ ആരുടെ സൈഡിലാണ് നിൽക്കേണ്ടത് എന്ന് മനു അലീനയോട് ചോദിക്കുന്നു. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെയാണോ? നിന്റെ ഫോൺ എവിടെയെന്ന് അലീനയോട് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ അതിവിടെ കാണുന്നില്ല. അത് കേട്ട മനു അവന്മാരത് നശിപ്പിച്ചു കാണും. കേൾക്കുന്ന മുത്തശ്ശി അവന്മാരോ? ആര്? താൻ പറഞ്ഞതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി അത് മുത്തശ്ശി, ഇവളോട് ദേഷ്യമുള്ള ആൾക്കാരുണ്ടല്ലോ ഇവര്, ഞാൻ അവരെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നിലവിൽ നിനക്ക് ഫോണില്ല അല്ലേ എന്ന് മനു അലീനയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി എൻ്റെ ഫോണുണ്ടല്ലോ മനു, നീ എനിക്ക് മേടിച്ചു തന്നത്. ഇവളിവിടെ ഉള്ള സമയത്ത് ഇവളത് ഉപയോഗിച്ചോട്ടെ, കാരണം ഇവളുള്ളപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് കേട്ട മനു മുത്തശ്ശിയുടെ മോളുണ്ടല്ലോ വൈജയന്തി മാഡം, ഇവളെ പിരിച്ചുവിടാനായിട്ട് ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്ങാനും നടന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ കാറുമായി വന്ന് ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ടു പൊക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞത് ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി ആൻറ്റിക്ക്. ഞാൻ അങ്ങനെ ചെയ്തേക്കുമെന്നൊരു പേടി വന്നിട്ടുണ്ട് ആൻറ്റിക്കിപ്പോൾ. അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും പിരിച്ചുവിടത്തില്ല ഇവളെ. ഇവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് മനുശങ്കർ. ഇറങ്ങാൻ നേരം അലീനയോട് ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കണം കേട്ടോ. മുത്തശ്ശിയോടായി സൗദാമിനി ഞാൻ ഇറങ്ങുക കേട്ടോ. മനുശങ്കർ അവിടെ നിന്ന് പോയുടൻ തന്നെ മുത്തശ്ശി അലീനയോട് പറയുകയാണ്, അവൻ ഇവിടെ വരുമ്പോഴെല്ലാം കുറച്ച് കാറ്റും വെളിച്ചവും എന്തെന്നില്ലാത്ത സന്തോഷവും കിട്ടുന്നത് പോലെയാണ്. മുൻവശത്ത് ഡ്രോയിങ് റൂമിലിരിക്കുന്ന വൈജയന്തി ഇപ്പോൾ അലീനയെ വിളിക്കുകയാണ്. അലീന അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അലീനയുടെ ആവശ്യത്തിനായി ഹോസ്പിറ്റലിൽ ചെലവായ പൈസയുടെ കണക്ക് പറയുകയാണ്. കുറേ പൈസ ആയല്ലേ എന്ന് അലീന വിഷമത്തോടു കൂടി ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടുത്തെ പൈസയല്ലേ പോയത്. എൻ്റെ ബ്ലഡ് കുറച്ച് നഷ്ടപ്പെട്ടു, അതിൻ്റെയും പൈസ ഇതിലുണ്ടെന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നു. എല്ലാം കൂടി എത്ര രൂപയായെന്ന് നിനക്ക് അറിയണ്ടേ? മാഡം പറഞ്ഞോളൂ എന്ന് അലീന പറയുമ്പോൾ ടോട്ടൽ എല്ലാം കൂടി 1,60,000 രൂപ. സാറിൻ്റെ കയ്യിൽ അത്രയും പൈസയുള്ളത് നന്നായി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഇത് കേട്ട വൈജയന്തി നീ ഈ പൈസ തിരിച്ചു തരേണ്ടതല്ലേ? അപ്പോൾ അലീന തരാനായി എൻ്റെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് നീ ജോലി ചെയ്ത് ഈ കടം വീട്ടണമെന്ന് വൈജയന്തി പറയുമ്പോൾ അലീന അതിന് എന്നെ പിരിച്ചുവിടാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞതും ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ആലോചനയിലാണ് വൈജയന്തി. എല്ലാം കഴിഞ്ഞ് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ നിൽക്കണോ പോണോ? അതിനെപ്പറ്റി ഞാൻ ആലോചിക്കട്ടെ എന്ന് വൈജയന്തി പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതല്ല, ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നീ ഇവിടെ കുറച്ച് സമയം നിൽക്ക്, നിനക്കതിന് പറ്റില്ലേ എന്ന് വൈജയന്തി ചോദിക്കുന്നു. എത്ര മാസം കൂട്ടിയാലാണ് ഈ ഒരു തുക ഈടാവുന്നതെന്ന് വൈജയന്തി കണക്ക് കൂട്ടുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.